നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രശസ്തവും കുപ്രസിദ്ധവുമായ യൂണിവേഴ്സിറ്റിയാണ് ദില്ലിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. നമുക്കറിയാം അവിടുത്തെ പ്രസിദ്ധിയും കുപ്രസിദ്ധിയും ഒരേപോലെ നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചില ആലോചനകൾ നടക്കുന്നതായി വാർത്ത വരുന്നു. ദില്ലിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ JNUവിൻ്റെ പേര് ബാബാ സാഹിബ് അംബേദ്കർ യൂണിവേഴ്സിറ്റി എന്ന് മാറ്റാൻ പോകുന്നുവെന്ന്. അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം അങ്ങനെ സംഭവിച്ചാൽ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ സുജാതൻ സാർ എങ്ങനെയാണ് കാണുന്നത്? ഞാനതിനെ ഈ മുഖവിലേക്ക് തന്നെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഇതെന്നേ ചെയ്യേണ്ടതായിരുന്നു. ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന വേളയിൽ ഇന്ത്യയിലെ ഏറ്റവും വിദ്യാസമ്പന്നനായ രാഷ്ട്രീയ നേതാവ് അംബേദ്കർ ആയിരുന്നു. ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് 2 ഡോക്ടറേറ്റ്. അത് നിസ്സാര യൂണിവേഴ്സിറ്റി ഒന്നുമല്ല. ഒന്ന് ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ നിന്നും, പിന്നെ ഒന്ന് അമേരിക്കയിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും. നിയമത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഭരണഘടനാ വിദഗ്ധനായിരുന്നു. അദ്ദേഹം 8 ലോകരാഷ്ട്രങ്ങളുടെ ഭരണഘടന മനഃപ്പാഠമാക്കിയ ആളായിരുന്നു. അതൊക്കെ സംശീകരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ നെഹ്റു വിദേശത്ത് പഠിച്ചാണല്ലോ. നെഹ്റു പരീക്ഷ പാസ്സായിട്ടില്ല. അന്ന് വലിയ കുടുംബങ്ങളിൽ നിന്ന് യൂണിവേഴ്സിറ്റികളിൽ, വിദേശ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ വരുന്നവർക്ക് അവരുടെ കുടുംബ പാരമ്പര്യം നോക്കി ഒരു ഡിഗ്രി അങ്ങ് കൊടുക്കുമായിരുന്നു. ബ്രിട്ടീഷ് കോളനിയിൽ നിന്ന് വരുന്നവർക്കെല്ലാം ഓണററി ഡിഗ്രി, അങ്ങനത്തെ ഡിഗ്രിയാണ് നെഹ്റുവിനുള്ളത്. അതുകൊണ്ട് തന്നെ നെഹ്റുവിന് പല കാര്യങ്ങളിൽ അംബേദ്കറോട് കോംപ്ലക്സ് ആയിരുന്നു. ഒന്ന് ജാതീയമായ കോംപ്ലക്സ്, 2 ഉന്നത വിദ്യാഭ്യാസവും ദക്ഷിണയുമൊക്കെയുള്ള അംബേദ്കറെ കാണുമ്പോൾ നെഹ്റു ഉള്ളാലെ ഒന്ന് ചൂളിപ്പോകുമായിരുന്നു. അംബേദ്കർ രാജിവെച്ചതിന് ശേഷം പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗത്തിന് നമ്മുടെ പാർലമെൻറ്റ് പ്രൊസീഡിങ്സ് അനുസരിച്ച് രാജിവെക്കുന്ന ഒരു മന്ത്രിക്ക് താൻ എന്തുകൊണ്ട് രാജിവെക്കുന്നു എന്ന് പാർലമെൻറ്റിൽ പ്രസംഗിക്കാനുള്ള അവകാശമുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രിമാരാരും അത് ഉപയോഗിക്കാറില്ല. കാരണം അത് പറഞ്ഞിട്ട് വീണ്ടും പ്രധാനമന്ത്രിക്കെതിരെ ഒരു ശത്രുത മേടിക്കേണ്ട, അല്ലെങ്കിൽ പാർട്ടിയുടെ അനിഷ്ടം ഉണ്ടാക്കേണ്ടെന്ന് കരുതി ഉപയോഗിക്കാറില്ല. പക്ഷേ അംബേദ്കർ ഉപയോഗിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. തന്നെ എങ്ങനെ നെഹ്റു സൈഡ് ലൈൻ ചെയ്തു, തനിക്ക് അപ്രധാനമായ നിയമവകുപ്പ് മാത്രം തന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് അവസാനം പറഞ്ഞു നെഹ്റുവിന് എന്നും താല്പര്യം മുസ്ലിങ്ങളോട് മാത്രമായിരുന്നു എന്ന് വരെ പറഞ്ഞിട്ടാണ് നെഹ്റുവിൻ്റെ അംബേദ്കറുടെ രാജിക്ക് ശേഷമുള്ള പാർലമെൻറ്റിലെ പ്രസംഗം അവസാനിക്കുന്നത്. അതെ. അന്നത്തെ കാലത്ത് നെഹ്റു ഉണ്ടാക്കിയ ഒരു കാൽപ്പനിക പരിവേഷമുണ്ട്. നെഹ്റു നമുക്കറിയാമല്ലോ, ബട്ടൺ ഹോളിൽ ഒരു റോസാപ്പൂ ചുവന്നുകൊണ്ടാണ് അദ്ദേഹം നടക്കുന്നത്. കുട്ടികളോട് വലിയ സ്നേഹഭാവം പ്രകടിപ്പിക്കും. ചാച്ചാ നെഹ്റു എന്ന അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കണമെന്ന് അദ്ദേഹം തന്നെ തീരുമാനിച്ചു. അത് ഇനി വരുന്ന കാലം അത്രയും യുവാക്കളുടെ, കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കോൺഗ്രസിലേക്ക് ക്യാച്ച് ദം യങ്, അങ്ങനെ ചെയ്ത ആളാണ് നെഹ്റു. നെഹ്റുവിനെ പക്ഷേ ഡൽഹിയിലെ മധ്യവർഗത്തിന് നെഹ്റു ആരാധ്യ പുരുഷനായി. ഈ മധ്യവർഗത്തിൽ നിന്നായിരുന്നു മാധ്യമപ്രവർത്തകർ, അന്ന് പത്രപ്രവർത്തകർ ഡൽഹിയിൽ അടിഞ്ഞുകൂടുന്നത്. അവരൊക്കെ നെഹ്റുവിനെ വാഴ്ത്താനാണ് ഉത്സാഹം കാണിച്ചത്. അങ്ങനെ അന്നത്തെ യുവാക്കൾക്കിടയിൽ നെഹ്റു ഒരു വലിയ ബിംബമായി. അദ്ദേഹത്തെ എതിർക്കുന്നവൻ മോശക്കാരനാകുന്ന സ്ഥിതിയായി. കമ്മ്യൂണിസ്റ്റുകാർ പോലും നെഹ്റുവിനെ ആരാധിക്കാൻ തുടങ്ങി. മലയാളത്തിലെ നെഹ്റുവിൻ്റെ ജീവചരിത്രം എഴുതിയ ആൾ EMS ആണെന്ന് ഓർക്കണം, ആദ്യത്തെ. അപ്പോൾ EMS പോലും പിൽക്കാലത്ത് EMS നെഹ്റു അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അന്ന് CH മേനോൻ പറഞ്ഞു, ഞാൻ നെഹ്റുവിനെ ആദ്യം അറിയുന്നത് EMS എഴുതിയ പുസ്തകമായിട്ടാണെന്ന്. അങ്ങനെ പറയുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായിരുന്നു. അതായത് കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും ആരാധ്യനായി തീർന്ന ഒരു ബൂർഷ്വാ നേതാവായിരുന്നു. അങ്ങനെ ഒരു പരിവേഷം പുള്ളി സ്വയം ഉണ്ടാക്കി. പിന്നെ ബ്രിട്ടീഷ് മറ്റൊന്നുകൂടി ഉണ്ടല്ലോ സാർ, നെഹ്റുവിന് തന്നെ ഭാരതരത്നം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹമാണ് ഹിയർ ഐ ആം പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ റെക്കമെൻഡ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ ഭാരതരത്നയ്ക്ക് ശുപാർശ ചെയ്യുന്നു. ഇന്ദിരാഗാന്ധി ചെയ്തിട്ടുണ്ട്. പക്ഷേ അംബേദ്കർക്ക് കൊടുത്തില്ല. അംബേദ്കർക്ക് കോൺഗ്രസ് ഭരണകൂടം ഒന്നും കൊടുത്തില്ല. 1990 VP സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് അംബേദ്കർക്ക് ഭാരതരത്ന കൊടുക്കുന്നത്, മരണാനന്തര ബഹുമതിയായി കൊടുക്കുന്നത്. അത്ര ഒരു സ്മാരകം പോലും ഉണ്ടാക്കിയില്ലല്ലോ. അദ്ദേഹത്തെ അവഗണിക്കാവുന്നതിൻ്റെ BJP അല്ലേ ഉണ്ടാക്കിയത്? തീർച്ചയായിട്ടും BJP ആണ് ഉണ്ടാക്കിയത്. ഇന്ന് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ഒരു വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റി ആകണം എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ചതാണ്. ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് രൂപീകരിച്ച പിതാവിൻ്റെ പേര് തന്നെ അതിനിട്ടു. ആ യൂണിവേഴ്സിറ്റിക്ക് ഇന്ന് അംബേദ്കറുടെ പേരാണ് ഇന്ത്യയിൽ ഏറ്റവും ഉപയോഗിച്ച പേര്. കാരണം അംബേദ്കറുടെ പേര് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ, കാരണം കോൺഗ്രസ്സുകാർക്ക് പോലും സ്വീകാര്യമാകും,
അതെ, അംബേദ്കർക്ക് തിരിച്ച് പറയാൻ വേണ്ടി പറ്റില്ല. പാർലമെൻറ്റ് സ്തംഭിപ്പിക്കുകയാണല്ലോ. അതെ. അപ്പോൾ ആ രാഹുൽ ഗാന്ധിക്ക് പ്രിയങ്ക ഗാന്ധിക്ക് അടക്കം സപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഇല്ലേ സപ്പോർട്ട് ചെയ്യാൻ അവർ നിർബന്ധിതമാകും. അതൊരു വലിയ പൊളിറ്റിക്കൽ മൂവാണ് അങ്ങനെ സംഭവിച്ചത്. ഒരു പൊളിറ്റിക്കൽ മൂവും ഒരു ചരിത്രപരമായ നീക്കം കൂടിയാണ്, ഒരു തെറ്റുതിരുത്തലാണ്. അതെ അതെ. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു സാർ, ഈ ജെഎൻ യൂണിവേഴ്സിറ്റിയിൽ നേരത്തെ ഗർഭനിരോധന ഉറകൾ ലഭിക്കുന്ന ഒരു വെൻഡിങ് മെഷീൻ ഉണ്ടായിരുന്നു. അവിടുത്തെ എല്ലാ അനാശാസ്യ പ്രവർത്തനങ്ങളിലും കേന്ദ്രമായിരുന്നു. 40-48 വയസ്സും പ്രായം കഴിഞ്ഞ ആളുകൾ അവിടെ വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞ് കൂടും. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ തുച്ഛമായ മാസം എന്തോ 30 രൂപയോ മറ്റോ കൊടുത്താൽ ഹോസ്റ്റൽ മുറിയും ഭക്ഷണവും കിട്ടുമായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ഇവിടുത്തെ സകല അഴുക്കുകളും ആൻറ്റി സോഷ്യലിസവും രാജ്യവിരുദ്ധ ചിന്തയുള്ള മുഴുവൻ ആളുകളും വന്ന് ചേരുന്ന ഒരു സ്ഥലമായി JNU മാറി. പക്ഷേ ഇപ്പോൾ ചിത്രം മാറി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിൽ നിന്നാണ് പോകുന്നത്. ഇവിടെ കിട്ടുന്ന മാർക്ക് വെച്ചിട്ട് അവിടെ അഡ്മിഷൻ കിട്ടുമായിരുന്നു. അത് മാറ്റിയിട്ട് കോമൺ എൻട്രൻസ് ടെസ്റ്റ് വെച്ചപ്പോൾ മലയാളി ഇല്ലാതായി. കാരണം ഇവിടെ ആർഷോ മാർക്ക് കിട്ടുന്ന എങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ 16-ാം തീയതി അവിടെ അഡ്മിഷൻ തുടങ്ങിയിരിക്കുകയാണ് പുതിയ ബാച്ചിന്. അതെ, മലയാളികൾ ഇടിച്ചു കയറിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വളരെ കുറവാണ്. കാരണം ഇവിടുത്തെ സർവകലാശാലകളിൽ നിന്ന് കോപ്പി അടിച്ചും അധ്യാപകരെ സ്വാധീനിച്ചും രാഷ്ട്രീയ സ്വാധീനം 90% പോകുന്നത്, അതുമായിട്ട് 90% കൊണ്ട് പോകും. അപ്പോൾ അവിടെ കിട്ടുമായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് എത്ര മാർക്കുണ്ടെങ്കിലും അവിടുത്തെ എൻട്രൻസ് എക്സാം എഴുതണമെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും നമ്മുടെ ഇവിടുന്ന് പോകുന്ന ആൾക്ക് പഠിച്ച് മാർക്ക് കിട്ടുന്നതായിരുന്നു യഥാർത്ഥത്തിലെങ്കിൽ ആ എൻട്രൻസ് പരീക്ഷ എന്തുകൊണ്ടാണ് മലയാളി പാസ്സാവാത്തത്? അപ്പോൾ അവിടെയാണ് സോഷ്യൽ സയൻസിലായാലും ഇതര വിഷയങ്ങളിലായാലും ഗവേഷണ പഠനത്തിനായാലും ഈ എൻട്രൻസ് വന്നതോടുകൂടി ഒരു മലയാളി കടന്നുകയറ്റം. ഈ മലയാളികളെന്ന് പറഞ്ഞാൽ എല്ലാം ഇടതുപക്ഷക്കാരുടെ മക്കളാണ് കൂടുതലും. അതെ. അവിടെ ചെന്ന് പൊളിറ്റിക്സ് കളിക്കുകയാണ്, രാഷ്ട്രീയം കളിക്കുക. പിന്നെ വേറൊരു രസകരമായ കാര്യമുണ്ട്. IAS കോച്ചിങ്ങിന് പോകുന്നവർക്ക് അക്കോമഡേഷൻ അവിടെ ഒരു MPhil എന്ന് പറഞ്ഞൊരു കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ അക്കോമഡേഷൻ ഫ്രീ. അക്കോമഡേഷൻ ഫുഡും 30 രൂപ കൊടുത്താൽ മതിയായിരുന്നു നേരത്തെ. അതെ, എത്ര കാലം 42 വയസ്സൊക്കെ ഉള്ളവർ അങ്ങനെ ഒരു കോഴ്സിന് ചേർന്നിട്ട് അവിടെ ആജീവനം വന്ന് കുടികിടക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അവരെയൊക്കെ ഈ അടുത്ത കാലത്ത് ഈ BJP ഗവൺമെൻറ് വന്നതിന് ശേഷം കുടിയിറക്കി. അതല്ല, പുതിയൊരു വൈസ് ചാൻസലർ വന്നു. അതായത് ശാന്തിശ്രീ ദുലിപ്പുടി പണ്ഡിറ്റ് എന്ന് പറയുന്ന ആദ്യമായിട്ട് ഒരു വനിത JNUവിൻ്റെ VC ആകുന്നത്. അവർ വന്നതിന് ശേഷമാണ് അവിടെ ഒരു ക്ലീൻസിങ് നടന്നത്. തൊഴുത്ത് വൃത്തിയാക്കി. ഈ ക്ലെൻസിങ് പ്രോഗ്രാം വന്നതോടുകൂടി ആസാദി പ്രഖ്യാപനം, ഭീകരപ്രവർത്തനം ഒക്കെ അവിടെ അസ്തമിപ്പിക്കാൻ പറ്റി. അത് വലിയ എതിർപ്പുകളുണ്ടായിരുന്നു. അപ്പോൾ JNU ക്യാമ്പസ് ക്ലീൻ ചെയ്യുന്നതിൽ ഈ ലേഡി പുതിയ വൈസ് ചാൻസലർ വലിയൊരു റോള് വഹിച്ചിട്ടുണ്ട്. അവരുടെ ധീരതയെ നമ്മൾ മാനിക്കണം. നമ്മൾ ഓർക്കണം, JNUവിൻ്റെ ആദ്യകാലത്തെ ഒരു വൈസ് ചാൻസലർ മലയാളിയായ KR നാരായണനായിരുന്നു. KR നാരായണനോടെയാണ് JNUവിന് കേരളത്തിലൊരു വലിയ പ്രശസ്തിയൊക്കെ കിട്ടിയത്. ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ പ്രേരണയിൽ ഇവിടുന്ന് പഠിക്കാൻ പോയിട്ടുണ്ട്. അവരിൽ ചിലർ IASകാരായി വന്നിട്ടുണ്ട്. എറണാകുളം കളക്ടറായിരുന്ന തോമസ് മാത്യു KR നാരായണൻ്റെ സ്റ്റുഡൻ്റായിരുന്നു JNUവിൽ. അന്ന് മുതലേ തുടക്കം മുതലേ അതൊരു പൊളിറ്റിക്കൽ ക്യാമ്പസായി മാറി. പ്രകാശ് കാരാട്ട്, സീതാറാം യെച്ചൂരിയൊക്കെ അവിടെ സ്റ്റുഡൻ്റ് ആയിരുന്നു. പൊളിറ്റിക്കൽ ക്യാമ്പസ് എന്ന് മാത്രമല്ല, ഇടതുപക്ഷത്തെയും ഇസ്ലാമിസ്റ്റുകളെയും വിരിയിച്ചെടുക്കുന്ന ഒരു ഇൻക്യുബേറ്റർ പോലെ. അതെ, ഞാറ്റടി ഭീകരപ്രവർത്തനത്തിൻ്റെ ഞാറ്റടിയായി മാറി. അത് നേപ്പാൾ പ്രധാനമന്ത്രിയായിരുന്ന പ്രചണ്ഡ അവിടെ പഠിച്ചതാണ്. JNU പഠിച്ചിട്ടാണ് പോയത്. സീതാറാം കേസരിയുടെ സഹപാഠിയായിരുന്നു, യെച്ചൂരിയുടെ സഹപാഠിയായിരുന്നു. അത് പ്രചണ്ഡ നേപ്പാളിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ചടങ്ങിൽ ഇന്ത്യയിൽ നിന്ന് ഒരു രാഷ്ട്രീയക്കാരനെ ക്ഷണം കിട്ടിയുള്ളൂ, അത് യെച്ചൂരിക്കായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഈ JNU താവളമാക്കി ഒരു അന്താരാഷ്ട്ര ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു ബൗദ്ധിക കേന്ദ്രം. പിന്നീട് ഇടതുപക്ഷം മാത്രമല്ല, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു നഴ്സറി കൂടെ ആയിട്ട് അവർ കാലക്രമേണ പെട്ടെന്ന് പൊളിറ്റിക്കൽ ഇസ്ലാമായി. അപ്പോൾ അവിടെ അതിൻ്റെ ആസാദി, കാശ്മീരിന് ആസാദി മുദ്രാവാക്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് കാശ്മീരിന് സ്വാതന്ത്ര്യം, അത് JNUവിൻ്റെ സംഭാവനയായിരുന്നു. അത് ടുക്കടെ ഗ്യാങ് എന്ന് പറയുന്നത്, ഇന്ത്യയെ ടുക്കടെ വെട്ടിമുറിക്കുക. അതെ. അപ്പോൾ ഒരു വിഘടനവാദ പ്രസ്ഥാനവും ഒക്കെ അവിടെയാണ് ആരംഭിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആ സർവകലാശാലയ്ക്ക് ഇന്ന് രാജ്യത്ത് കൊടുക്കാവുന്ന ഏറ്റവും ആപ്റ്റായ പേര് അംബേദ്കറുടെ പേരാണ്. അംബേദ്കർക്ക് രാജ്യത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ നമസ്കാരം
പ്രണാമം എന്ന് പറയുന്നത്, അഭിവാദ്യം എന്ന് പറയുന്നത് അത് ഈ സർവകലാശാലയ്ക്ക് അംബേദ്കറുടെ ബാബാ സാഹേബ് അംബേദ്കർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഉചിതമായ ഈ സന്ദർഭത്തിൽ അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. ഏതായാലും ഈ ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നു എന്നാണ് വാർത്ത വരുന്നത്. ഒരുപക്ഷെ ഇതാദ്യമായി ഇതേക്കുറിച്ച് സംസാരിക്കുന്ന മാധ്യമവും നമ്മളായിരിക്കും. അപ്പോൾ JNU ഇനി ബാബാ സാഹേബ് അംബേദ്കർ യൂണിവേഴ്സിറ്റി എന്ന് അഭിമാനപൂർവ്വം ലോകത്തിന് മുന്നിൽ ശിരസുയർത്തി നിൽക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.